സ്റ്റോക്കിന്റെ അനാലിസിസ് നടത്തുമ്പോൾ വിപണിയിലുള്ള പാസ്റ്റ് പെർഫോമൻസ് മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിക്കാറുള്ളത്. ഭാവിയിലെ അതിന്റെ സാധ്യതകളെ ഫണ്ടമെന്റൽ സൈഡ് നോക്കി മാത്രമാണ് വിലയിരുത്താറുള്ളത്. എന്നാൽ ഇന്ന് ടെക്നിക്കൽ വശം കൂടി നോക്കിക്കൊണ്ട് ഒരു ഓഹരിയുടെ പൊട്ടൻഷ്യൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിലൂടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, ടെക്നിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളിനെ കുറിച്ച്. രണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ സൈഡും. ഫാർമ വ്യവസായ രംഗത്തെ പ്രമുഖ കമ്പനിയായ സൈഡസ് ലൈഫ് സയൻസ് എന്ന ഓഹരിയെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഇപ്പോൾ ഡെയിലി ചാർട്ടിൽ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ നിന്ന് ശക്തമായ ബ്രേക്ക്ഔട്ട് നേടി പുതിയ 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്താണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ? അതറിയാനായി ആദ്യം ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓഹരിയുടെ വിലക്കുറവിനെ മുൻകൂട്ടി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സൂത്രവിദ്യയാണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മനുഷ്യന്റെ തലയും രണ്ട് തോളുകളും നിൽക്കുന്ന രൂപമാണ് സ്റ്റോക്ക് ഗ്രാഫിൽ ഇത് ഉണ്ടാക്കുന്നത്. അതായത് ആദ്യം വില ഉയർന്ന ഒരു ഇനിഷ്യൽ പീക്ക് രൂപപ്പെടുന്നു, പിന്നാലെ വില അല്പം കുറഞ്ഞ ശേഷം വീണ്ടും കുതിച്ചുയർന്ന അതിലും വലിയ ഹയർ പീക്ക് അഥവാ ഹെഡ് രൂപപ്പെടുന്നു. പിന്നീട് വില വീണ്ടും താഴുകയും തുടർന്ന് ഇനിഷ്യൽ പീക്കിന്റെ ഏകദേശം അതേ ഉയരത്തിൽ തേർഡ് പീക്ക് കൂടി സൃഷ്ടിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നെക്ക് ലൈൻ എന്നറിയപ്പെടുന്ന വരയാണ്. ഈ രണ്ട് ഷോൾഡേഴ്സിന്റെയും ഹെഡിന്റെയും താഴെയുള്ള പോയിന്റുകളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണിത്. എപ്പോഴാണോ ഓഹരി വില ഈ രേഖയ്ക്ക് താഴേക്ക് പോകുന്നത്, അപ്പോൾ നിലവിലെ വിലക്കയറ്റം അവസാനിച്ചെന്നും ഇനി വില താഴാനാണ് സാധ്യതയെന്നും നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ ലാഭം എടുത്തു മാറാനോ പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കാനോ ഉള്ള ഒരു മുന്നറിയിപ്പാണ് ട്രേഡർമാർ ഈ പാറ്റേണിനെ കാണുന്നത്. ഇനി നമുക്ക് ഇതിനെ ടെക്നിക്കലായി പറഞ്ഞു നോക്കാം. പൊട്ടൻഷ്യൽ ട്രെൻഡ് റിവേഴ്സൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേൺ. ഇതിൽ ഉയരമുള്ള ഒരു ഹെഡും അതിന് ഇരുവശത്തുമായി താരതമ്യേന ഉയരം കുറഞ്ഞ രണ്ട് ഷോൾഡേഴ്സും അടങ്ങിയിരിക്കുന്നു. ഈ മൂന്ന് പീക്കുകളുടെയും താഴ്ന്ന പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് നെക്ക് ലൈൻ എന്ന് വിളിക്കുന്നത്. വില ഈ നെക്ക് ലൈൻ തകർത്ത് താഴേക്ക് വരുമ്പോൾ അഥവാ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ സാധാരണയായി ട്രേഡിംഗ് വോളിയം വർദ്ധിക്കുകയും ഇത് പാറ്റേൺ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഉറപ്പാക്കാൻ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് നൽകാനും പാറ്റേണിന്റെ ഉയരം കണക്കാക്കി പ്രൈസ് ടാർഗറ്റ് നിശ്ചയിക്കാനും ട്രേഡേഴ്സ് ശ്രദ്ധിക്കണം. ഇതിനൊപ്പം മറ്റ് കോംപ്ലിമെന്ററി ഇൻഡിക്കേറ്റേഴ്സ് കൂടി പരിശോധിക്കുന്നത് കൃത്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നമ്മൾ ഈ പാറ്റേണിനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇതിൽ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളുണ്ട്. ആദ്യം രൂപപ്പെടുന്ന ലെഫ്റ്റ് ഷോൾഡറിൽ അതുവരെ ഉണ്ടായിരുന്ന ബൈയിങ് പ്രഷർ പെട്ടെന്നുണ്ടാകുന്ന സെല്ലിംഗ് പ്രഷർ കാരണം താൽക്കാലികമായി ഒന്ന് നിലയ്ക്കുന്നു. ഇതിനുശേഷം വീണ്ടും വലിയ തോതിൽ ബൈയിങ് നടക്കുമ്പോൾ വില പഴയ പീക്കിനേക്കാൾ ഉയരത്തിൽ പോയി ഹെഡ് രൂപപ്പെടുന്നു. എന്നാൽ ഉടൻ തന്നെ വിൽപ്പനക്കാർ വിപണിയിൽ പിടിമുറുക്കുന്നതോടെ വില വീണ്ടും താഴുന്നു. പിന്നീട് വാങ്ങുന്നവർ വില ഉയർത്താൻ ഒരു ശ്രമം കൂടി നടത്തുമെങ്കിലും അത് ഹെഡിന്റെ അത്രയും ഉയരത്തിൽ എത്താതെ പരാജയപ്പെടുകയും റൈറ്റ് ഷോൾഡറായി മാറുകയും ചെയ്യുന്നു. ഒടുവിൽ ഈ ഭാഗങ്ങളുടെ എല്ലാം അടിത്തറയായ നെക്ക് ലൈൻ എന്ന സപ്പോർട്ട് ലെവൽ തകർത്ത് വില താഴേക്ക് വരുമ്പോൾ ഒരു ബെയറിഷ് റിവേഴ്സൽ സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ സൈഡസിന്റെ കേസ് പറഞ്ഞത് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച പാറ്റേണിന്റെ നേരെ തിരിച്ചുള്ള രൂപമാണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇൻവേഴ്സ് പാറ്റേൺ ഒരു ബുള്ളിഷ് റിവേഴ്സൽ അഥവാ വില കൂടാൻ പോകുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഇതിൽ 3 പ്രധാന ട്രോഫ്സ് ആണ് ഉണ്ടാവുക. അതിൽ സെൻട്രലിലുള്ളത് മറ്റ് രണ്ടിനേക്കാളും ആഴത്തിലുള്ളതായിരിക്കും, അതായത് ഡീപ്പസ്റ്റ് ട്രോഫ്. ഇവിടെ നെക്ക് ലൈൻ പ്രവർത്തിക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടാണ്. ഇതിന്റെ തുടക്കത്തിൽ അതായത് ലെഫ്റ്റ് ഷോൾഡർ രൂപപ്പെടുമ്പോൾ നിലവിലുള്ള സെല്ലിംഗ് പ്രഷർ അല്പം കുറയുകയും ബൈയിങ് പ്രഷർ താൽക്കാലികമായി വിപണിയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് വിൽപ്പനക്കാർ വീണ്ടും സജീവമാകുന്നതോടെ വില ആദ്യത്തെ താഴ്ചയേക്കാൾ താഴേക്ക് പോയി ഏറ്റവും ആഴമുള്ള രണ്ടാമത്തെ ഭാഗം അഥവാ ഹെഡ് സൃഷ്ടിക്കുന്നു. ഇതിന് പിന്നാലെ വാങ്ങുന്നവർ ശക്തമായി തിരിച്ചു വരികയും വില വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ വിൽക്കുന്നവർ വില താഴ്ത്താൻ ഒരു ശ്രമം കൂടി നടത്തുമെങ്കിലും അതിന്റെ ഹെഡിന്റെ അത്രയും താഴേക്ക് പോകാതെ പരാജയപ്പെടുകയും റൈറ്റ് ഷോൾഡറായി മാറുകയും ചെയ്യും. ഇതിനുശേഷം റെസിസ്റ്റൻസ് ലെവലായ നെക്ക് ലൈൻ ഭേദിച്ച് വില മുകളിലേക്ക് കുതിക്കുന്നതിനെയാണ് ബ്രേക്ക്ഔട്ട് എന്ന് വിളിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഒരു ബുള്ളിഷ് റിവേഴ്സൽ ഉറപ്പിക്കാമെന്നതിനാൽ ട്രേഡർമാർ ഇതിനെ മികച്ചൊരു എൻട്രി പോയിന്റായി കണക്കാക്കും. സൈഡസ് ലൈഫ് സയൻസ് ഓഹരിയുടെ കാര്യത്തിൽ സെപ്റ്റംബർ 2025 1000 to 1050 രൂപ എന്ന സ്വിംഗ് ഹൈ രേഖപ്പെടുത്തിയ ശേഷം ഒരു റേഞ്ചിൽ തുടരുകയായിരുന്നു. തുടർന്നുണ്ടായ സെല്ലിംഗ് പ്രഷർ കാരണം ഓഹരി വില മിക്ക പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജിനും താഴേക്ക് പോയി. എന്നാൽ ഈ മാർച്ചിൽ 800 ലെവലിന് മുകളിൽ ശക്തമായ ഒരു ബേസ് രൂപപ്പെടുത്തിയ ഈ ഫാർമ ഓഹരി പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 4% വർധനവും ഒരു മാസത്തിനിടെ 11%,
3 മാസത്തിനിടയിൽ 15% നേട്ടം കൈവരിച്ചു. ഡെയിലി ചാർട്ടിൽ രൂപപ്പെട്ട ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ട് ആണ് ഓഹരിയെ പുതിയ 52 വീക്ക് ഹൈയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ഓഹരി 1093 രൂപ എന്ന 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വില തൊട്ടത്. നിലവിൽ അതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 69 ആണ്. സാധാരണയായി RSI 70-ന് മുകളിൽ പോയാൽ ഓവർബോട്ടായി കണക്കാക്കാറുണ്ട്. കമ്പനിയുടെ Q4 റിസൾട്ട് തന്നെയാണ് നിലവിൽ ഒരു മൂവ്മെന്റ് ഓഹരിക്ക് നൽകിയിട്ടുള്ളത്. കമ്പനിയുടെ മൊത്തം വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 16% വർദ്ധിച്ച് 7,587 കോടി രൂപയായി. പ്രവർത്തന ലാഭമായിട്ടുള്ള എബിഡ 20% വർധനവോടെ 2,554 കോടി രൂപയായും പ്രോഫിറ്റ് 15% വർധനവോടെ 1,593 കോടി രൂപയായും വർദ്ധിച്ചു. ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായി വരുമാനത്തിന്റെ 9.2% 698 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും കൺസ്യൂമർ വെൽനസ് ബിസിനസ്സും മികച്ച വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോർത്ത് അമേരിക്കൻ വിപണിയിൽ വോളിയം വർധനവും പുതിയ ലോഞ്ചുകളും ഗുണകരമായി. സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ കമ്പനിയുടെ മൊത്തം കടം 4,305 കോടി രൂപയാണ്. കൂടാതെ നിക്ഷേപകർക്ക് ആശ്വാസകരമായ മറ്റൊരു വാർത്ത കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഹരി ഒന്നിന് 1,150 രൂപ നിരക്കിൽ 1,100 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക് നടത്താൻ കമ്പനി ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ബൈബാക്ക് നടക്കുന്നത് ടെൻഡർ റൂട്ട് വഴിയാണ്. അതായത് ഷെയർ ഹോൾഡർമാർക്ക് അവരുടെ കയ്യിലുള്ള ഓഹരികൾ തിരികെ നൽകാൻ അപേക്ഷിക്കാവുന്നതാണ്. റെക്കോർഡ് ഡേറ്റ് മെയ് 29 നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം മെയ് 29 വരെ ആരുടെയെല്ലാം ഡിമാറ്റ് അക്കൗണ്ടിൽ കമ്പനിയുടെ ഷെയറുകളുണ്ടോ അവർക്ക് മാത്രമായിരിക്കും ഈ ബൈബാക്ക് ഓഫറിൽ പങ്കെടുക്കാനും ഷെയറുകൾ നൽകാനും സാധിക്കും. നിലവിൽ ഓഹരി 1,040 രൂപയ്ക്ക് മുകളിലാണ് തുടരുന്നത്. അതായത് ഏകദേശം ഒരു ഓഹരിക്ക് 100 രൂപയ്ക്കടുത്ത് പ്രീമിയം ബൈബാക്കിൽ പങ്കെടുത്താൽ ലഭിക്കും. അതായത് 10% പ്രീമിയം. ഓർക്കേണ്ട കാര്യം, ബൈബാക്കിൽ പങ്കെടുക്കുന്ന എല്ലാ ഓഹരികളും കമ്പനി സ്വീകരിക്കണമില്ല. അക്സെപ്റ്റൻസ് റേഷ്യോ അനുസരിച്ചായിരിക്കും ഇത് നിശ്ചയിക്കുന്നത്. എങ്കിലും കൈവശമുള്ള ഷെയറുകൾ ലാഭത്തിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. ബിസിനസ് ഹൈലൈറ്റ്സ് നോക്കിയാൽ സൈഡസ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു കാലയളവാണിത്. കമ്പനിയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് വിപണിയേക്കാൾ വേഗത്തിൽ, അതായത് 15% എന്ന നിരക്കിൽ വളരുകയാണ്. ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സാധാരണ വിപണിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്യാൻസർ, വൃക്ക രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ കമ്പനി തങ്ങളുടെ ആധിപത്യം നിലനിർത്തുന്നുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വിഭാഗം ഇപ്പോൾ കമ്പനിയുടെ മൊത്തം ബിസിനസിന്റെ ഏകദേശം പകുതിയോളം എത്തിയിരിക്കുന്നു എന്നതാണ്. കൂടാതെ ലോകത്തിലെ തന്നെ ആദ്യത്തെ നിവോലുമബ് ബയോസിമിലറായ പ്രമേഹത്തിനുള്ള സെമാഗ്ലൂറ്റൈഡ് ഇഞ്ചക്ഷൻ തുടങ്ങി വിപ്ലവകരമായ ചില പുതിയ മരുന്നുകൾ വിപണിയിൽ ഇറക്കാനും കമ്പനിക്ക് സാധിച്ചു. ചുരുക്കത്തിൽ കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പുതിയ കണ്ടെത്തലുകളിലൂടെയും വലിയൊരു കുതിപ്പിനാണ് സൈഡസ് തയ്യാറെടുക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കൻ മരുന്ന് വിപണിയിലും സൈഡസ് തങ്ങളുടെ സ്വാധീനം ശക്തമാക്കുന്നുണ്ട്. ഡോക്ടർമാർ നൽകുന്ന ജനറിക് മരുന്നുകളുടെ കുറിപ്പടികളുടെ എണ്ണത്തിൽ അമേരിക്കയിലെ കമ്പനികൾക്കിടയിൽ 3-ാം സ്ഥാനം എന്ന വലിയ നേട്ടം സൈഡസ് സ്വന്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് അവർ ഈ നിലയിൽ എത്തിയത്. ഈ പാദത്തിൽ മാത്രം 6 പുതിയ ഉൽപ്പന്നങ്ങൾ അവർ US മാർക്കറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ സ്പെഷ്യാലിറ്റി മരുന്നുകളുടെ വിഭാഗം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി അസേഷ്യോ ഹോൾഡിംഗ്സ് എന്ന അമേരിക്കൻ കമ്പനിയെ ഏകദേശം 1,380 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കാനും കരാറായിട്ടുണ്ട്. അപൂർവ രോഗമായ മെൻകസ് ഡിസീസിനുള്ള പുതിയ മരുന്ന് പുറത്തിറക്കിയതും ഇവരുടെ ഗവേഷണ മികവിനെയാണ് കാട്ടുന്നത്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ പ്ലെയറായി സൈഡസ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 1,05,634 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ് സൈഡസ്. കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത സൂചിപ്പിക്കുന്ന ROC 21%, ROE 21.2% എന്നിവ വളരെ മികച്ച നിലവാരത്തിലാണ്. ഓഹരിയുടെ പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ 19 ടൈംസ് ആണ്. ഇത് ഇൻഡസ്ട്രി PE ആയ 30 ടൈംസിനേക്കാൾ കുറവായതിനാൽ ഓഹരി ഇപ്പോൾ ആകർഷകമായ വിലയിൽ ലഭ്യമാണെന്ന് കരുതാം. കമ്പനിയുടെ കടം 12,496 കോടി രൂപയാണെങ്കിലും ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.46 എന്ന നിയന്ത്രിതമായ അളവിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 18.8% ലാഭ വളർച്ചയും 12.4% സെയിൽസ് ഗ്രോത്തും കൈവരിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ 75% പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്നത് നിക്ഷേപകർക്ക് കമ്പനിയിലുള്ള വിശ്വാസത്തെയാണ് വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, മികച്ച സാമ്പത്തിക ഫലങ്ങളും അമേരിക്കൻ വിപണിയിലെ ശക്തമായ സാന്നിധ്യവും പുതിയ മരുന്നുകളുടെ ലോഞ്ചും സൈഡസിനെ ഒരു കരുത്തുറ്റ കമ്പനിയായി നിലനിർത്തുന്നു. ടെക്നിക്കലി ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ബ്രേക്ക്ഔട്ട് സംഭവിച്ചതും 1,150 രൂപയുടെ ബൈബാക്ക് പ്രഖ്യാപിച്ചതും നിക്ഷേപകർക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. ദീർഘകാല നിക്ഷേപകർക്കും ഷോർട്ട് ടേം ട്രേഡേഴ്സിനും ഓഹരി ഇപ്പോൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്.